ഹായ് എവ്രിവൺ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡിവൈൻ മാസ്കുലിൻസ് എനർജി ആഫ്റ്റർ 7-7 പോർട്ടൽ. 7-7 പോർട്ടലിന് ശേഷമുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. എനിക്ക് വളരെയധികം ക്രൂഷ്യൽ എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ഡിവൈൻ മാസ്കുലിൻസ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഡിവൈൻ ഫെമിനിൻ എനർജിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് റെസനേറ്റ് ചെയ്ത് തോന്നുവാണ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റീ അഷുറൻസ് കിട്ടുമല്ലോ. ഓക്കെ, ഇതെൻ്റെ സിറ്റുവേഷൻസ് ആണ്, ഇതാണ് ഇപ്പോൾ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, കാരണം നല്ല ഹെവി എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി ഷിഫ്റ്റ് നടക്കുന്നത്. കമ്മ്യൂണിക്കേഷനൊക്കെ ബ്ലോക്കായി നിൽക്കാം. മേ ബി ഈ ഒരു മന്ത് കഴിയുന്നവരെ ഒക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. ജസ്റ്റ് ഒരു പേരൊക്കെ ഒന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഞാനൊന്ന് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ, കാർഡ് വീണിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ്, 5 ഓഫ് പെന്റക്കിൾസ്. ഈ എനർജി ഒക്കെ എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ നാളേക്കൊക്കെ റീഡിങ്സ് കിട്ടും. 1 ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ റീഡിങ്സ് തരുന്നത്, കാരണം പ്രീ ബുക്കിങ്സ് ഉണ്ടായിരിക്കും. ആൻഡ് എനർജി ഇസ് വെരി ഹെവി, സോ ഐ കാൻ ടേക്ക് മോർ റീഡിങ്സ്. അതുകൊണ്ടാണ് കേട്ടോ. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. 777 ആണ് ചാർജ് ചെയ്യുന്നത്. 2 ദിവസം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്. ഓ മൈ ഗോഡ്, കുറേ കാർഡ്സ് വീണു. ഒരു സെക്കൻഡ് കേട്ടോ. ഞാൻ പറഞ്ഞ എനർജി അത്ര ഹെവിയാണ്. കാർഡ്സിന് എനർജി താങ്ങുന്നില്ല. 6 കാർഡ്സാണ് വീഴുന്നത്. അതെടുക്കാന്ന് കരുതുന്നു. ചീറ്റിംഗ് കാർഡ്, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വീണു, വേൾഡ് കാർഡ്, 3 of cups, hanged man, page of swords. ഇവിടെ വയ്ക്കാം. ഓക്കെ, ഞാൻ ബോട്ടം നോക്കട്ടെ കേട്ടോ. ജസ്റ്റിസ്, കാരണം സാറ്റേൺ റിട്രോഗ്രേഡ് നടക്കുന്നത്. റിട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാത്തവർക്ക് പറയുകയാണ്, നമ്മുടെ പ്ലാനറ്റ്സ് ഫ്രണ്ടിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഈ പ്ലാനറ്റ്സ് ഓപ്പോസിറ്റ് ദിശയിലേക്ക് മൂവ് ചെയ്യുന്ന എഫക്റ്റ് വരുന്നതാണ് റിട്രോഗ്രേഡ് എന്ന് പറയുന്നത്. റിട്രോ. ഓക്കെ, അപ്പോൾ ആ പ്ലാനറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് എനർജീസ് ആണ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന റിലേഷൻഷിപ്പ് റിട്രോഗ്രേഡ്സ് വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് റിട്രോഗ്രേഡ്സ്. അപ്പോൾ സാറ്റേൺ റിട്രോഗ്രേഡ് ആണെങ്കിൽ സാറ്റേണിൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. ശനി എങ്ങനെയാണ് പഠിപ്പിക്കുക? ഒരു കാര്യം നമ്മളോട് ഒരാൾ പറയേണ്ടത്, ഇത് കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാതെ, അല്ലെങ്കിൽ ശനി പഠിപ്പിക്കുന്നത് നിങ്ങളത് ചെയ്യൂ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ഇല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലായോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ അങ്ങനെയാണ് ശനി പഠിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ലെസൺസ് പഠിപ്പിച്ച് പിന്നെ ഇതിനെ റിപ്പീറ്റ് ചെയ്യരുത്. ബീൻ മൈൻഡ്. അങ്ങനെയാണ് സാറ്റേണിൻ്റെ കാര്യം. അപ്പോൾ സാറ്റേൺ റിട്രോഗ്രേഡ് നന്നായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഇതിലൊക്കെ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് എന്നെ ചേസ് ചെയ്യുന്ന പോലെയാണ് കണ്ടത്. ഒരു കൈൻഡ് ഓഫ് ഒരു ഗോസ്റ്റ്, ഒരു പ്രേതത്തിൻ്റെ എനർജി, ഒരു മെയിൽ എനർജി ആയിരുന്നു. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ കയ്യമ്മ ഒരു അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ. അച്ഛൻ ഒരു സിജിലിൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ വരച്ചു ഒരു സിമ്പിൾ. ആ സിമ്പിൾ കാണിച്ച് നിൻ്റെ അടുത്തേക്ക് വരില്ല എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ അപ്പം തന്നെ ഓറ പ്രൊട്ടക്ഷനും ഉറക്കത്തിൽ കിടന്നിട്ട് ഞാൻ ക്ലെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് രാവിലെ എണീറ്റപ്പോഴാണ് എൻ്റെ സബ് കോൺഷ്യസിൽ എനിക്ക് ഓർമ്മ വന്നത്. കാരണം നമ്മൾ അത്ര ഡീപ്പർ സ്വപ്നത്തിൽ പോലും ഈ സ്പിരിച്വാലിറ്റി അവിടെ എത്തി. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെന്നെ ഫോളോ ചെയ്ത് വിട്ടുപോയി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി അറ്റാക്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്കിത് ഫീൽ ചെയ്തു ഡിവൈൻ മാസ്കുലിൻ എനർജിയും കൂടെ നോക്കണം. അവർക്കും വരുന്നുണ്ടായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്തത് കൊണ്ട് അവരെല്ലാം റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ റിസീവ് ചെയ്യുന്ന എനർജി നിങ്ങൾക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ മാസ്കുലിൻ റിസീവ് ചെയ്യുന്ന എനർജി ചിലപ്പോൾ എനിക്ക് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ക്ലൻസിങ് ചെയ്ത് കൊടുക്കുക. അവർക്ക് അറിയുന്നില്ലെങ്കിൽ അവർ വിളിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ എനർജി സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് നോക്കി വെക്കുക. ഡിവൈൻ മാസ്കുലിൻ ഡീപ്പർ എനർജിയാണ്. ഫോർ ട്വിൻ ഫ്ലെയിംസ് റീഡിംഗ് ആണ് കേട്ടോ. ഇത് ഞാനത് തംബ്നെയിൽ ഇടാം, ട്വിൻ ഫ്ലെയിം റീഡിംഗ് ആണെന്നുള്ളത്. ഞാനൊന്ന് കാർഡ് അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ്ലി കാണട്ടെ ഞാൻ. ഓക്കെ, ഫസ്റ്റ് കാണുന്ന 5 ഓഫ് പെന്റക്കിൾസ് ആണ്. സം കൈൻഡ് ഓഫ് ഡിവൈൻ മാസ്കുലിൻസ് ഹു ഹാവ് ലോസ്റ്റ് ദർ ജോബ്, അല്ലെങ്കിൽ അവരുടെ
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മേ ബി ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ധനം നഷ്ടപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട്. 5 ഓഫ് പെന്റക്കിൾസ്. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, കയ്യോ കാലോ ഒടിയുന്നതോ അല്ലെങ്കിൽ അത്രയും പെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് ശരീരത്തിന് ഏതെങ്കിലും ബാധിക്കും പെയിൻ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത് ശരിക്കും ടാരോ കാർഡ് പഠിച്ചവർക്ക് അറിയാം, ഇറ്റ്സ് വെരി ബാഡ് കാർഡാണ് 5 ഓഫ് പെന്റക്കിൾസ്. ഈ 5 എന്ന എനർജി എപ്പോഴും മാറ്റത്തെ, ചേഞ്ചിന്, കെയോസ്, ഡിസ്ട്രക്ഷനൊക്കെയാണ് വരും. അപ്പം ഞാൻ എൻ്റെ കുറച്ച് നാളായിട്ട് എൻ്റെ പേയ്മെൻറ്റ്സുകളൊക്കെ 555 മുന്നേ അങ്ങനെയായിരുന്നു. അന്നിപ്പോൾ ചേഞ്ച് ആയി 777 ഇട്ടു. കാരണം ആ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനും കാരണമുണ്ട്, എനർജി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓരോ നമ്പറിന്. അപ്പോൾ 777 ഇറ്റ്സ് എപ്പോഴും യൂണിവേഴ്സൽ നമ്പറാണ്, ബ്ലെസ്ഡ് നമ്പറാണ്. അപ്പം നിങ്ങളത് പേ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ട് ഇരിക്കുവാണ്. 5 ഒക്കെ നമ്പേഴ്സ് വരുമ്പോൾ കർമ്മ എനിക്കും നിങ്ങൾക്ക് ക്രിയേറ്റർ ആയിക്കൊണ്ടിരിക്കും. എനർജി ഉണ്ട് ഒരു നമ്പറിന്. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പേയ്മെൻറ്റ് കൂട്ടിയല്ല, അതിൻ്റെ എനർജി 6 ഇടാൻ പറ്റും. 6 ഇസ് എ ഡബിൾ നമ്പറാണ്. അപ്പോൾ നെഗറ്റിവിറ്റി കൂടുതൽ വരാം. സോ ഐ ജമ്പ് ഇൻ ടു 7. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്പിരിച്വലി. ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ സ്പിരിച്വലിയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് നെക്സ്റ്റ് കാർഡ് കിട്ടിയത് 5 ഓഫ് പെന്റക്കിൾസിന് ശേഷം പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് കഴിഞ്ഞാൽ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഇന്നർ ചൈൽഡ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവരുടെ ഒരു പിടിവാശിയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജീസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക. ഓക്കെ. പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് മേ ബി ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ സാധിക്കില്ല. പെർമനൻ്റ് ആയിട്ട് കപ്പ് കൊടുക്കാനുള്ള എനർജിയിലേക്ക് അവർ എത്തണില്ല. അവർ വളരെയധികം ഈ ഒരു പെയിനാണ്. അവർക്കത് എങ്ങനെ അതിനെ മറികടക്കണം, എന്നെ കൊണ്ട് സാധിക്കുമോ, അവർക്ക് അവരോടൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അവർ ഇനി മെച്ചോർഡ് എനർജിയിലേക്ക്, അപ്പോൾ അവർക്ക് സമയം കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈം വരെ ഈ ഒരു സ്പിരിച്വൽ പോർട്ടൽസ് ഒക്കെ വരുന്നത് നമുക്ക് സ്പിരിച്വലി അലൈൻഡ് ആക്കാനും നമ്മുടെ ഉള്ളിൽ കുറേ തിരുത്തുകൾ കൊണ്ടുവരാനും നമുക്ക് അവെയർ ആവാനൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈം സ്പേസ് കൊടുക്കുമ്പോൾ അവർക്ക് ചേഞ്ചസ് വരും. എങ്ങനെയാണ് അവർക്ക് ചേഞ്ചസ് വരിക? അവർ ഒന്നുകൂടി മെച്ചോർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങും, മെച്ചോർഡായിട്ട് സംസാരിക്കാൻ തുടങ്ങും അവർ. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും അവർ. മനസ്സിലായോ? കാരണം കുറച്ച് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈഫിലധികം മണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കുറച്ചുകൂടി ഏജൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കെയറിങ്ങും നർച്ചറിങ്ങും ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന ആളുകൾ കൂടെയാണ് നമുക്ക് സർക്കിൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കുക. സോ അതൊരു മൈൻഡിന് അല്ലെങ്കിൽ ഒരു ഹാർട്ടിനെ കേൾക്കാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നത്. ബിക്കോസ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് വാട്ടർ സൈൻ ആണ്. ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സൺ ആണ്. ദേ ഹാവ് ഫീലിങ്സ് ഫോർ യു. ഫീലിങ്സ് ഇല്ല എന്നല്ല, ഫീലിങ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. മേ ബി അവരൊരു ഫാദർ ഫിഗറൊക്കെ ബ്രോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ കാണിക്കുന്നത് ചീറ്റിംഗ് കാർഡ് ഉണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് ചീറ്റിങ്സ് കിട്ടുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗിൽറ്റ് തോന്നും. ഞാൻ അവരെ പറ്റിച്ചല്ലോ, അവളെ ആഗ്രഹിച്ച് മോഹിച്ച് എനിക്ക് അവർക്ക് ലൈഫും കൊടുക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ നല്ല മനുഷ്യനാണോ, സ്വയം ഇങ്ങനെ ഗിൽറ്റ് ട്രിപ്പിംഗ് ഒക്കെ ആവുന്നുണ്ട് അവർ. അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് സ്റ്റക്ക് എനർജിയിൽ വെത്തും. ഹാങ്ഡ് മാൻ. പക്ഷെ ഇവിടെ ഹാങ്ഡ് മാൻ ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ചിന്തകളും ഇമോഷൻസും ലൈഫിൽ യൂണിവേഴ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ കൊടുക്കുമ്പോഴാണ് യൂണിവേഴ്സിലേക്ക് തിരിയുള്ളൂ. ഇവർ ഡിവൈൻ മാസ്കുലിൻസ് ചെയ്യുന്നതേ അവർ സ്വന്തമായിട്ട് അവർ തന്നെ എല്ലാം കണ്ടുപിടിച്ച് ഓക്കെ ആക്കാമെന്ന് ചിന്തിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പടിക്ക് ചെയ്തോളും എന്നവർക്ക് അറിഞ്ഞു തുടങ്ങുന്നു. അങ്ങനെ പറയാം. കംപ്ലീറ്റ്ലി അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞു തുടങ്ങുന്നു. ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. ഇപ്പോൾ ഇവരെത്ര നിങ്ങളുടെ ഈ കണക്ഷനിൽ നിന്ന് ലീവ് ചെയ്യാൻ ശ്രമിച്ചാലും യൂണിവേഴ്സ് ജസ്റ്റിസ് ആയിട്ട് കർമ്മ അവരിങ്ങനെ പിന്തുടർന്ന് അവരിങ്ങനെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ച് കർമ്മ ക്ലിയറൻസസ്, കൂടുതൽ കാർമിക് അക്കൗണ്ട്സ് ക്രിയേറ്റഡ് ആവുന്നു. അവരെ ഭയങ്കര പുഷ് ചെയ്യുന്നു യൂണിവേഴ്സിലേക്ക്. ആൻഡ് 8 ഓഫ് വാൻസ് ആണ്. 8 ഓഫ് വാൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻസ് കുറവായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ കമ്മ്യൂണിക്കേഷൻസ് വരാം സ്ലോലി ആയിട്ട്. വെൻ യു കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ, നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുമ്പോഴാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വേൾഡ് കാർഡ് കൂടി ഉണ്ട്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്പീരിയൻസസ്, ലെസൺസ്, പാസ്റ്റ് ലൈഫ് കർമ്മ, അല്ലെങ്കിൽ അവരുടെ ലോകം എന്താണെന്നുള്ള ക്ലാരിറ്റി അവർക്ക് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് പേരിൽ നിന്ന് വേദനകളും പാഠങ്ങളും, കാരണം അവർ പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. വേൾഡ് കാർഡ് അല്ലേ, ഒരു നേക്കഡായി നിൽക്കുന്നത്. ഈ നേക്കഡായിട്ടുള്ള കാർഡ്സ് കാണിക്കുന്നത് ഈ ശരീരം പ്രദർശിപ്പിക്കുന്നതല്ല.
ബിക്കോസ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദിയർ ബോഡി. അവർ സോൾ കോൺഷ്യസ്നെസ് ആണ്. അത്രയും പാഠങ്ങൾ പഠിച്ചവർ ആത്മാവിൻ്റെ ഇതിലേക്ക് എത്തിയെന്നാണ് ഈ ഒരു വേൾഡ് കാർഡ് കാണിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് പല രീതിയിലും ഇതിൽ കുറേ സോഡിയാക് സൈൻസ് ഉണ്ട്. ഇതിലെല്ലാം ബുള്ള് കാണിക്കുന്നുണ്ട്, എർത്ത് സൈൻസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, സ്കോർപ്പിയോ സോഡിയാക് സൈൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സോഡിയാക് സൈൻസ് ഉണ്ട് വേൾഡ് കാർഡ് വരും. പലരും ഓരോരുത്തരും വന്ന് തട്ടിപ്പൊട്ടി ബോൾ തട്ടുമ്പോൾ തട്ടി പോകുന്നത് എന്തിനാ? അവർക്ക് എവേക്കണിങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർക്ക് നൈറ്റ് സോളിലൂടെ കുറച്ച് പേര് പോകുന്നു, കുറച്ച് പേര് ആ ഒരു എവേക്കണിങ്ങിലേക്ക് കടന്ന് അതിൻ്റെ പാതയിലൂടെ പിന്തുടരുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ആൻഡ് 3 ഓഫ് കപ്സ് കാണിക്കുന്നു. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ സെലിബ്രേഷൻസും സന്തോഷകരമായിട്ട് നിമിഷങ്ങൾ വരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന സമയം, എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പഴയ ആളുകളെ കാണുന്നു. സോൾ കോൺട്രാക്ട് ഉള്ളവരായിരിക്കും കാണുന്നുണ്ടായിരിക്കും. അവിടെ കോൺട്രാക്ട് ആക്ടിവേറ്റഡ് ആകുന്നു. പിന്നെ അതിൻ്റെ കോൺട്രാക്റ്റ് ആയിട്ട് നടക്കുന്നു. അവിടെ നിന്നും അവർക്ക് ഇടികൾ കിട്ടുന്നു. ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് അത്രയും എക്സ്ട്രീമായിട്ട് കണ്ട ഫ്രണ്ട്സിൽ നിന്നും അവർക്ക് ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ അവർക്ക് അപ്പോഴാണ് അവർ കൂടുതൽ റിയലൈസ്ഡ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ചീറ്റിങ്ങിൻ്റെ എനർജി കാണിക്കുന്നത്. അവർക്ക് ചതികൾ കിട്ടുന്നുണ്ട്. അവർ കൊടുത്തതിൻ്റെ ആയിരിക്കും. ഓക്കെ, അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ക്രൂഷ്യൽ എവേക്കണിങ് ഈസ് ഹാപ്പനിങ് ഫോർ കളക്റ്റീവ് ഡിവൈൻ മാസ്കുലിൻ. ഈ ഡിവൈൻ മാസ്കുലിൻസ് പല സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. സ്റ്റാർട്ടിങ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ പ്രോൺ ടു റിയൂണിയൻ. എന്താണ് കോമൺ ആയിട്ട് ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ക്രൂഷ്യൽ ഹാർഷ് റിയാലിറ്റി ഫേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതാണ് അവരുടെ എനർജി കാണിക്കുന്നത് കേട്ടോ. അവർ നന്നായിട്ട് കരയുന്നുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ട് അവർ. കാരണം കുറേയൊക്കെ സഹിച്ചു, പക്ഷെ ഇനി പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവർ എത്തിയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് അവർ ഓവറോൾ എനർജി എന്ന് പറയുന്നത്. അവർ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, കാർമിക് ക്ലിയറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, നിങ്ങൾക്ക് ഡിവൈൻ ഫെമിനിൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സോളാർ പ്ലെക്സസിലൊക്കെ ഒരു ഗുളുഗുളു, ഒരു വെറുതെ ഗ്യാസ് കൂടുന്ന പോലെ. റൂട്ട് ചക്ര, കാല് കൈയൊക്കെ ഭയങ്കര കടച്ചിൽ, റൈറ്റ് സൈഡ് കൂടുതൽ കടച്ചിൽ വരാം, കണ്ണിന് ഇച്ചിങ് വരാം. എനിക്ക് 2 ദിവസമായിട്ട് ഒരു കാര്യമില്ല, കണ്ണൊക്കെ വെറുതെ ഇച്ചായതുകൊണ്ടിരിക്കും, ചുവന്ന് തുടുത്തോണ്ടൊക്കെ ഇരിക്കുക. അതാണ് ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ വരാത്തത്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് കാരണം കണ്ണൊക്കെ വെറുതെ ചുവന്നിരിക്കുകയാണ്. എന്താ റീസൺ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ രാവിലെ എനിക്ക് വെറുതെ ഒരു ഇച്ചിങ് ഒക്കെ വരിക. അപ്പോൾ ലൈറ്റ് കോഡി ആക്ടിവേഷൻസ് നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവർക്ക് വരുന്ന എനർജീസ് നമുക്ക് റിസീവ് ആവും. മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ തോന്നുന്നു. ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരുപാട് റെസ്റ്റ് എടുക്കുക തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക. നമ്മുടെ ബോഡി എന്താണോ പറയുന്നത്, നോൺ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നോൺ കഴിക്കുക, സപ്രസ് ചെയ്യേണ്ട. നമ്മളങ്ങനെ ഗിൽറ്റ് എടുക്കണം. നമ്മുടെ ശരീരത്തിലെ എപ്പോഴേലും ആഗ്രഹം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് കഴിക്കുക. എന്താണ് നിങ്ങളുടെ ബോഡി പറയുന്നത് അത് കഴിക്കുക. അതിൽ ഒരിക്കലും ജഡ്ജ് ചെയ്യാതെ ഇത് കഴിച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ ബോഡിയെ നിങ്ങളുടെ സോളിന് ജഡ്ജ് ചെയ്യാതെ അതെന്താണോ പറയുന്നത് അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് കുറേ ക്ലെൻസ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവരുടെ ഒരു എനർജി നമ്മൾ ഓവറോൾ മനസ്സിലാക്കി അവർ മിസ് ചെയ്യുന്നു. നിങ്ങളെ പഴയ നിങ്ങളെ ഓർക്കുന്നുണ്ട്, എന്ത് നല്ല ഹാപ്പി ലൈഫായിരുന്നു, ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ട് കൊളാക്കിയെന്നൊക്കെ ചിന്ത, കുറ്റബോധമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയും അത്ര വലിയ സുഖകരമായിട്ടല്ല. കാരണം തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു വിഷമം അവർക്ക് വരുന്നു. സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലൈഫ് അവർ മേബി ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. തേർഡ് പാർട്ടി ഇവർ പറ്റിക്കുന്നുണ്ടായിരിക്കാം. മനസ്സിലായോ? അങ്ങനെ പല പല രീതിയിലും അവർക്ക് വേദനകൾ കൊടുത്തുകൊണ്ടിരിക്കും. ഫാമിലിയുടെ ഭാഗത്താണെങ്കിലും ആ ഒരു പെയിൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അവരുടെ സോൾമേറ്റ്. അവർ റിയലൈസ്ഡ് ആകുകയാണ് നിങ്ങളാണ് സോൾമേറ്റ് എന്ന്. അപ്പം എന്തുകൊണ്ടത് വന്ന് പറയാത്ത ഡിവൈൻ ടൈമിങ് മൊമെന്റ്, ലിവ് ഇൻ ദ മൊമെന്റ്. ഈ ഒരു മൊമെന്റിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സെൽഫ് റെസ്പെക്ട്, നിങ്ങളോട് സെൽഫ് റെസ്പെക്ട് പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. മാരേജ്, അവരൊരു മാരേജിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു മാരേജ് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. പേ അറ്റൻഷൻ ടു ദ സയൻസ്. ലാസ്റ്റ് കാർഡ് അവർ പഠിച്ചു വെച്ച ലവ് ബിലീവ്സ് ആയിരുന്നു. അവരുടെ പ്രണയത്തെക്കുറിച്ച് അവർ കണ്ടുവച്ചത് അങ്ങനെയായിരുന്നു. ഓക്കെ, ഒരു 2-3 കാർഡ്സ് തെറിച്ചു വീണു. മിറർ സെൽഫ്, മിററിങ് നടക്കുന്നുണ്ട് കേട്ടോ. മിററിങ്, ഇൻഫാക്ച്വേഷൻ, നിങ്ങളും അവർ മിററിങ് ആയിരിക്കും. ഇൻഫാക്ച്വേഷൻ കാർഡ് വീണു. മിറർ സെൽഫാണ്. ഇൻഫാക്ച്വേഷൻ, നിങ്ങൾ ഭയങ്കര അട്രാക്ഷനും കൗതുകവും നിങ്ങളെ വന്ന് കാണണമെന്നും, മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് കൊല്ലത്തിൽ കാണാതിരിക്കുന്നവരുണ്ടായിരിക്കും, കുറേ നാളായിട്ട് കാണാതിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ചാൻസസ് ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണെങ്കിലും അതിങ്ങനെ കുറഞ്ഞ് അവർക്ക് റിയലൈസ്ഡ് ആവുകയാണ്. അപ്പോൾ
മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്ട്രോങ്നെസ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താഴെ വന്നിട്ട് ഡിവൈൻ മാസ്കുലിൻ്റെ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണേന്ന് അങ്ങനെ ആരും കമൻറ്റ് ചെയ്യരുത്. തേർഡ് പാർട്ടി ഒരു ശത്രുവോ ഒന്നുമല്ല, നിങ്ങളുടെ കർമ്മ ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്, നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത കർമ്മയാണത്. അപ്പോൾ അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക, ആക്സെപ്റ്റ് അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. അവരോട് ദേഷ്യമോ വൈരാഗ്യം കാണിക്കും തോറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടും എനർജിയാണ് കാണിക്കുക. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് അതും എൻ്റെ പോലത്തെ ഒരു സോൾ തന്നെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണും അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി വരാനും സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിവൈൻ മാസ്കുലിൻ എനർജി കാണിക്കുന്നത്. ഓക്കെ, ഹിഡൻ കാർഡ്സുകൾ ഇങ്ങനെ വെറുതെ വീണുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, അത്രയും പെയിൻ എനർജീസ് ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡ്, കാർഡ്സ് പിന്നെ നിലത്ത് വീണു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഡിവൈൻ മാസ്കുലിനെ ഇരുത്തിയിട്ട് ഒന്ന് മെഡിറ്റേഷൻസ് ചെയ്യുക. എൻ്റെ ചാനലിൽ DMDF ബാലൻസിങ് മെഡിറ്റേഷൻസ് ഉണ്ട്, പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന DMDF ബാലൻസിങ് ചെയ്യും. കാരണം നല്ല രീതിയിൽ എനർജി കൊടുക്കണം അവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്, മനസ്സിലായോ? ഇതൊക്കെയാണ് കാണുന്ന സിറ്റുവേഷൻസ്. ഇറ്റ്സ് ദയർ കറണ്ട് സിറ്റുവേഷൻ. ഇതാണ് ഒരു ഓവറോൾ എനർജി പറയുന്നത്. വളരെയധികം പെയിൻ, സങ്കടം ിലൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ചുകൂടി ചിറ്റ്സ് എടുക്കാം കേട്ടോ. ചിറ്റ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പെട്ടെന്ന് തോന്നുന്നു ചിറ്റ്സ് എടുക്കാൻ. കുറേ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം. ഡിസെപ്ഷൻ ആൻഡ് വി. ഇതാ ഞാൻ പറഞ്ഞില്ല, ചീറ്റിംഗ്, ചതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണ്. അത് ആവശ്യമാണ് അവർക്ക് റിയലൈസ്ഡ് ആവാൻ. ഹു ഈസ് ട്രൂത്ത്ഫുൾ, ഹു ഈസ് ബാഡ്. റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട് അവർ സിറ്റുവേഷന്. ആരും കൂട്ടുപിടിക്കുന്നില്ല, ഡിറ്റാച്ച്ഡ് ആകുന്നുണ്ട് അവർ. ഓക്കെ, പിന്നത്തെ കാർഡ് എന്താണ്? മിസ്സിങ് യു എ ലോട്ട്. അതാണ് പേജ് ഓഫ് സോർട്സ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വന്ന് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ. ലിച്ച്, ഇത് ഗ്രോത്തിനെ പറയുന്നതാണ്. 19. റിയൂണിയൻ ഈസ് നിയർ. റിയൂണിയൻ നടക്കുന്നുണ്ട്. കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫീറ്റ്, ഫൈറ്റുകളൊക്കെ നടക്കുന്നവരുടെ ലൈഫിൽ അവരെ പേഴ്സണുമായിട്ടായിരിക്കാം, ഫാമിലി ആയിട്ടായിരിക്കാം. ഷാഡോ വർക്ക് ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ ഓരോ ഷാഡോസും പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. മിററിംഗ് ആണല്ലോ. അപ്പോൾ ഡിവൈൻ ഫെമിനിൻസ്, നിങ്ങൾക്ക് എന്ത് ഷാഡോ ആണ് വരുന്നത് തന്നെയാണ് അവിടെ നടക്കുന്നത്. കാർമിക് ടൈം കറക്റ്റാണ് കേട്ടോ. എല്ലാം എത്ര കറക്റ്റായിട്ടാണ് ഈ കാർഡ്സുകൾ വരുന്നത്. ആക്സലറേറ്റഡ് മോഷൻ, ഹാങ്ഡ് മാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ 8 ആ കർമ്മ ഒന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ സ്പീഡായിട്ട് വരും. അപ്പോൾ സ്ലോ ആണെങ്കിൽ അത്ര സ്പീഡിൽ വരും ചാൻസസ് ഉണ്ട്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി. യെസ്, അവർക്കത് ആ രീതിയിലൊക്കെ പ്രോസ്പെറിറ്റി വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ യൂണിവേഴ്സ് സമാധാനിപ്പിക്കാനാണ് പറയുക. യെസ്, മെറ്റീരിയൽ പ്ലസ്. അത്രയും പെയിൻ ആകുമ്പോൾ ഏതെങ്കിലും ഭാഗത്തും സന്തോഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവർ കുട്ടി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് കാർഡ് 9 തന്നെയാണ്. സഫറിങ് ഇൻ സൈലൻസ്. ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് വേദനിച്ച് കരഞ്ഞ് തീർക്കുകയാണ്. ആരോരും മനസ്സിലാക്കാൻ ഉള്ളായിരുന്ന ആളുകളെ അവർ മാറ്റി നിർത്തുകയും ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ഡിവൈൻ മാസ്കുലിൻസ് കംപ്ലീറ്റ് എനർജിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാർഡ് ഈ റീഡിങ്സ് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പേഴ്സൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മതിയായിരിക്കും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റീഡിങ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പം പുതിയ സൈക്കിക് ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 7/7 പോർട്ടൽ കഴിഞ്ഞതിന് ശേഷം കാർഡ്സ് ഇല്ലാതെ തന്നെ നമുക്ക് നിങ്ങളുടെ കാർഡ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളായിട്ട്. ഓക്കെ, സോ താങ്ക് യു. ആകാശത്തെ കോഡ്സ് റീഡ് ചെയ്യാനോ പാസ്റ്റ് ലൈഫ്സ് അറിയാനൊക്കെ താല്പര്യമുള്ളവർക്ക് കോഡ് കട്ടിങ്സ്, കോഡ് മെൽറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള എനർജീസ് എന്താ ഒരുമിച്ച് റിലീസ് ചെയ്യണമെങ്കിൽ കോഡ് മെൽറ്റിംഗ് ചെയ്യാം. ഉരുക്കിയായിട്ട് കളയാൻ പറ്റും നമുക്ക്. അതുപോലെ കോഡ് കട്ടിങ്സും ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ മീൻസ് റീഡിങ്സ് ലൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലോട്ട്സ് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ എന്തെങ്കിലും ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അതും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ പുതിയ ശിവലിംഗിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ പുതിയൊരു ചാം ബ്രേസ്ലെറ്റ്സ്, പല ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഇല്ലേ, ചാമിങ് ബ്രേസ്ലെറ്റ്സ് അതും വന്നിട്ടുണ്ട്. പ്യുവർ സിൽവർ ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും. 1000 മുകളിലുണ്ടായിരിക്കും, ബിറ്റ്വീൻ 2000 ഉള്ളിലുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് സിൽവറൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓരോ ക്രിസ്റ്റൽസും അതിലുണ്ടായിരിക്കും. അത് വെച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇതാണ് ഡിവൈൻ മാസ്കുലിൻ എനർജി. എനിക്ക് ഇപ്പോൾ ഓവറോൾ എനർജി ട്വിൻ ഫ്ലെയിം ജോണിൽ കാണുന്നത്. അതാണ് ഞാൻ റീഡ് ചെയ്തത്. ആഫ്റ്റർ ലോങ് ടൈമാണ് ഈ എനർജി അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു.
ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻസ് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷാഡോയിലൊക്കെ വർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് സ്റ്റേറ്റിൽ ഇരിക്കുക. പല സ്വപ്നങ്ങളും പല സയൻസും കാണിക്കുന്നത് എന്താ ചേച്ചി ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽസ്. അല്ലാതെ നിങ്ങൾ എന്നോട് കണക്ട് ചെയ്യാനല്ല, എന്നിലൂടെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം മാത്രമാണ്. എത്ര നാൾ ഇങ്ങനെ ലൈവിൽ വരും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ എന്നൊന്നും നമുക്കറിയില്ല. ഉള്ള സമയത്ത് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനത്തെ ഗ്രീറ്റിംഗ് മെസ്സേജസ് ഒന്നും അയക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് റീഡിങ്ങിന് വരിക, കഴിയുക, പോവുക. ദാറ്റ്സ് ഇറ്റ്. ഒരു കണക്ഷൻസും കീപ്പ് ചെയ്യേണ്ട. കാരണം അത് അറ്റാച്ച്മെൻറ്റ് വരും. അറ്റാച്ച്ഡ് ആവണ്ട, ഡിറ്റാച്ച്ഡ് ആയിട്ട് വേണം നമ്മൾ എല്ലാവരും കണക്ട് ചെയ്തപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് എന്നൊരു ഇതിലൂടെ പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അയക്കുന്നവരെ ഞാൻ പറയാറുണ്ട് ചെയ്യരുത് എന്ന്. അങ്ങനെ നിങ്ങൾ ആർക്കും അയക്കാതിരിക്കുക. കാരണം ആ ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒന്ന് ഹോം ചാനിങ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആ ഒരു എനർജിയെ ഷിഫ്റ്റ് ആക്കാൻ സാധിക്കും. നിങ്ങൾ വെറുതെ കുറേ ടൈം അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യണം. ബി വിത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് നിങ്ങളുടെ സോൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. എത്ര വലിയ കട്ട ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ യൂണിവേഴ്സിനെ കൂട്ടുപിടിക്കുക. നെഗറ്റീവായിട്ടുള്ള എനർജീസിലേക്ക് പോവാതിരിക്കുക. ബ്ലാക്ക് മാജിക് അങ്ങനത്തെ കുറേ വിച്ചസ് തിങ്സിലേക്ക് പോവാതിരിക്കുക. മനസ്സിലായി? അതിൻ്റെ ഒക്കെ എനർജീസ് പൊട്ടി പോകുന്ന സമയമാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.